വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു. കെ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞേക്കും. പദവി ഒഴിയാനുള്ള സന്നദ്ധത കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. വിവരങ്ങളുമായി വി.എസ്. അനു ഉണ്ട് നമുക്കിപ്പം. അനു, എത്രത്തോളം വിശ്വാസജനകമാണ് ഈ വാർത്ത? പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് നേരിട്ട വമ്പൻ പരാജയം. ഈ പരാജയത്തിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി നേതാക്കൾ അടക്കം രംഗത്ത് വന്നിരുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുരേന്ദ്രൻ ഒഴിയും എന്നുള്ള അതിനിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദേശീയ നേതൃത്വത്തെ സുരേന്ദ്രൻ ഇക്കാര്യം അറിയിച്ചതായുമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. വിജയപ്രതീക്ഷ വച്ചു പുലർത്തിയ ഒന്നാണ്. പാലക്കാട് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ കെ സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ സ്ഥാനാർത്ഥി വലിയ രീതിയിൽ അവരുടെ വോട്ട് നില കുറഞ്ഞു. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. വി.എസ്. അനു ഉണ്ട്. അനു, ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ വിവരങ്ങൾ അറിയിച്ചതായാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്ത, അല്ലേ? ബി.ജെ.പിക്കുണ്ടായ അപ്രതീക്ഷിത തോൽവി, ആ തോൽവി എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അവരുടെ വിജയം കണക്ക് കൂട്ടിയിരുന്ന കണക്കുകൾ വളരെ കൃത്യമായി പറഞ്ഞു വെച്ച് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിജയം ഉറപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് വലിയ രീതിയിലുള്ള ഒരു പരാജയം. പ്രത്യേകിച്ചും പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ബി.ജെ.പിയുടെ വോട്ടിന്റെ കുറവ് അടക്കം വലിയ വിഷയം ഉണ്ട്. ഇതിന് പിന്നാലെ ബി.ജെ.പിയിൽ വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം, അതായത് എന്തുകൊണ്ടാണ് കെ കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്, അത് ആരുടെ താല്പര്യമായിരുന്നു, അവിടെ വോട്ട് കുറയാനിടയായ സാഹചര്യങ്ങൾ എന്നതടക്കം വലിയ രീതിയിലുള്ള ഒരു ബി.ജെ.പിയുടെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, അതുകൂടാതെ ബി.ജെ.പി. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവരെയാണ് കെ സുരേന്ദ്രൻ തന്റെ രാജ്യസന്നദ്ധത അറിയിച്ചു കൊടുത്തത്. അതേസമയം അദ്ദേഹം വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു. പാലക്കാടെ തോൽവി, അതുകൂടാതെ നിലവിലെ ബി.ജെ.പിയിലെ സംഘടനാ പ്രശ്നങ്ങൾ, ഇത് രണ്ടും കേന്ദ്ര നേതൃത്വം നേരിട്ടെത്തി പരിശോധിക്കണം എന്ന ഒരു ആവശ്യം കൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇത് ബി.ജെ.പിയിൽ മാറുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി.ജെ.പിയിൽ വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര കലഹം നിലനിൽക്കുന്നുണ്ട്. അത് നേരത്തെ വി മുരളീധര പക്ഷം, അതായത് കെ സുരേന്ദ്രനും വി മുരളീധരനും കൃഷ്ണകുമാറും ഉൾപ്പെടെയുള്ള ഒരു വി മുരളീധര പക്ഷമായിരുന്നു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിനിപ്പുറത്തേക്ക് ഇപ്പോൾ മറ്റ് നേതാക്കൾ എം.ടി. രമേശ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പി.കെ. കൃഷ്ണദാസ് ആയിക്കോട്ടെ, പക്ഷേ നിലവിലെ ആ രാഷ്ട്രീയ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് സമവാക്യം മാറുന്നു. ഒരു പക്ഷേ നമ്മൾ അപ്രതീക്ഷിതമെന്ന് കരുതിയെങ്കിലും കെ സുരേന്ദ്രനും വി മുരളീധരനും രണ്ട് ഗ്രൂപ്പായി മാറുന്ന ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് കൂടി ഇപ്പോൾ ബി.ജെ.പിയുടെ രാഷ്ട്രീയം മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും വളരെ നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇന്ന് കോഴിക്കോട് 12 മണിക്ക് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം ഈ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.